കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഉടൻ ഉപദേശക സമിതിയെ തിരഞ്ഞെടുക്കുമെന്ന് ദേവസ്വം അധികൃതർ. ഏറെക്കാലമായി ഉപദേശക സമിതി ഇല്ലാത്തത് ജനം ടിവിയുടെ ഭക്തർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉപദേശക സമിതി വേണ്ട എന്ന നിലപാടിലായിരുന്നു ദേവസ്വം. കൃത്രിമ കരിപ്രസാദ് നിർമ്മാണവും അഴിമതി ആരോപണങ്ങളും പുറത്തു വന്നതോടെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് ഉടൻ നടത്താൻ തീരുമാനം. ദേവസ്വം വിജിലൻസ് സാമ്പിളുകൾ ശേഖരിച്ചു സീൽ ചെയ്ത് കൊണ്ടുപോകുന്നു. 6 മാസം മുൻപ് പിരിച്ചുവിട്ട ക്ഷേത്ര ഉപദേശക സമിതി വീണ്ടും അധികാരമേറ്റതെങ്ങനെ? ഗണപതി ഹോമം നടത്തുന്ന സ്ഥലം ഉൾപ്പെടെ മഴവെള്ളം കയറി ശോചനീയാവസ്ഥയിലാണ് എന്നാണ് ഭക്തർ പരാതിപ്പെടുന്നത്. ആദ്യം പറയുന്നത് അവിടെ ഗണപതി ഹോമം നടത്തുന്ന സ്ഥലത്ത് ഒരു എക്സിഷൻ ഫാൻ ഉണ്ടായിരുന്നു. അത് ഒരുപാട് നാളുകൊണ്ട് അത് കേടായിട്ട് കിടക്കുക. എന്നും ചെന്ന് ഞങ്ങൾ പരാതി പറയും. കാരണം ഭക്തർ തൊഴാൻ വരുന്ന ഉടനെ നിറയെ പുകയാ. ഈ പുക മാറ്റാൻ ഇത് അവർ പറയുന്നത് എക്സോസ്റ്റ് ഫാനാണോ ഇളക്കിക്കൊണ്ട് പോയി ഇതുവരെ ശരിയാക്കിയില്ല. ദേവസ്വം ബോർഡിന് ഇത്രയും വരുമാനമുള്ള ഒരു അമ്പലത്തിൽ അത് ശരിയാക്കിയിട്ടില്ല. അതുപോലെ 6 മാസമായി ഇവിടെ ഉപദേശസമിതി പിരിച്ചു വിട്ടിട്ട് ഇപ്പം ഈ നവരാത്രിക്ക് ഈ പിരിച്ചുവിട്ട ഉപദേശസമിതി എന്തതിന് അവിടെ കയറി അത് ചെയ്തത്? ദേവസ്വം ബോർഡ് ഏറ്റെടുത്താൽ ദേവസ്വം ബോർഡ് തന്നെ അത് ആളിനെ നിർത്തി ചെയ്യണം. അതല്ലേ ചെയ്യേണ്ടത്? ഈ പഴയ ഉപദേശസമിതി തന്നെ അന്നദാനത്തിനുള്ള പൈസ പിരിക്കുക, നവരാത്രിക്കുള്ള പൈസ പിടിക്കുക, ആളിനെ വെക്കുക, ഇവരിതിന് ആളിനാളായിട്ട് നിൽക്കുക. അതൊരു വിഷയം. പിന്നെ ഗണപതി ഹോമം നടത്തുന്ന സ്ഥലം മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം വെള്ളം വീണിരിക്കും. പിന്നെ ഒരു ആഡിറ്റോറിയം എത്രയോ ദിവസം കൊണ്ട് ആഡിറ്റോറിയം ചെന്ന് നോക്കാം, മൊത്തം അഴുക്കായി കരിയിലേയും കയറി അവിടെ കിടക്കുക. ഇത്രയും വരുമാനമുള്ള അമ്പലത്തിൽ ദേവസ്വങ്ങളിൽ സ്റ്റാഫുകളുണ്ട്, അവരത് ചെയ്യത്തില്ല. ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ വാർത്ത ഈ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസമെല്ലാം ഈ ഭക്തർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരു ഉപദേശക സമിതി തിരഞ്ഞെടുപ്പ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നടന്നിരുന്നില്ല എന്നുള്ളതാണ്. കാലങ്ങളായി, അതായത് 11 മാസക്കാലമായി ഈ ഉപദേശക സമിതിയുടെ കാലാവധി തീർന്നിട്ട് അതിനുശേഷം വീണ്ടും ഈ കാലാവധി കൂട്ടി നിൽക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മെയ്യോടുകൂടി തന്നെ ഈ കാലാവധി പൂർണ്ണമായും അവസാനിച്ചു. അതിനുശേഷം പിന്നീട് ഉപദേശക സമിതിയെ തിരഞ്ഞെടുത്തിട്ടേയില്ല. ദേവസ്വം ബോർഡിന്റെ നിലപാട് ഉപദേശക സമിതി വേണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു എന്നുള്ളതാണ് ഭക്തർ പറയുന്നത്. ജനം ടി വിയിലൂടെ ഈ ഭക്തരെല്ലാം തന്നെ ഈ കാര്യം ഉന്നയിച്ചിരുന്നു. ഉപദേശക സമിതി തിരഞ്ഞെടുപ്പ് നടത്താതെ ദേവസ്വം അധികൃതർ നേരിട്ടാണ് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ പല അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ, അഴിമതികളൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം ഉപദേശക സമിതി ഈ നാട്ടുകാരെയൊക്കെ ചേർത്തുകൊണ്ട് വേണം ഇവിടെ എടുക്കുവാനെന്നും, അതായത് ഈ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി മാത്രം ക്ഷേത്രത്തിൽ മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഭക്തരൊക്കെ ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും വാർത്തയ്ക്ക് ബലം കണ്ടു എന്ന് തന്നെ പറയാം. അതായത് ഈ കഴിഞ്ഞ കുറച്ചു നേരം മുമ്പാണ് ഈ കാര്യം അറിയിച്ചത്. അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉപദേശക സമിതി തിരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങളാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനുള്ള മറ്റ് നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ എത്തിയിരുന്നു, അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ AO ഉൾപ്പെടെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഉടനടി തന്നെ ഉപദേശക സമിതിയെ തിരഞ്ഞെടുക്കുവാൻ ആദ്യം ഒരു പാനൽ മുന്നോട്ട് വയ്ക്കും. ആ പാനലിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പിന്നീട് അത് നറുക്കെടുപ്പിലേക്ക് നീങ്ങും. അത്തരത്തിൽ നറുക്കെടുപ്പിലൂടെ ഇവിടെ ഉപദേശക സമിതി നിലവിൽ വരുമെന്നുള്ളതാണ്. ഉപദേശക സമിതിക്ക് ഒരു കാലാവധിയുണ്ട്. ആ കാലാവധിക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഉപദേശക സമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും, അതായത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രണങ്ങളുണ്ട്, ജീവനക്കാർക്ക് നിയന്ത്രണങ്ങളുണ്ട്, ഉപദേശക സമിതിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ഈ ഉപദേശക സമിതി ഇല്ലാതെ ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്നത് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, അതായത് ഈ അഴിമതി ആരോപണവും അതോടൊപ്പം തന്നെ ഈ കള്ളക്കളികളും ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ, കരിപ്രസാദം കൃത്രിമമായി നിർമ്മിക്കുന്ന തെളിവുകളോടെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് പിന്നീട് ദേവസ്വം ബോർഡിന് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നത്. അത് മാധ്യമങ്ങളിലൂടെയൊക്കെ ജനം ടി വിയിലൂടെ പ്രേക്ഷകർ അറിഞ്ഞു, ഭക്തജനങ്ങളിലേക്ക് എത്തി. ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. കൊട്ടാരക്കരയിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ്. എവിടെ ചോദിച്ചാലും അവിടെ മുഴുവൻ ഉണ്ണിയപ്പത്തിലെ അഴിമതി, മോദകം വിറ്റതിൽ അഴിമതി, അതോടൊപ്പം കരിപ്രസാദം നിർമ്മിക്കുന്നത് കൃത്രിമമായി, ഇവിടെയുള്ള നെയ്യും തിരിയും എണ്ണയും അടക്കം മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ തന്നെ
കുറച്ചു സമയം മുമ്പാണ് ആ വാടക വീട്ടിൽ നിന്നും മുഴുവൻ സാധനങ്ങളും എടുത്ത് ദേവസ്വം ബോർഡിൻ്റെ മറ്റ് കെട്ടിടത്തിലേക്ക് എത്തിച്ച് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുള്ളത് ദേവസ്വം വിജിലൻസ്. അതേസമയം തന്നെ ഇവിടേക്ക് അടുത്ത ശാന്തി മഠത്തിന് മുകളിലേക്കുള്ള പരിശോധനയൊക്കെ തുടർന്ന് വരികയാണ്. ഈ സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരത്തിലുള്ളൊരു വിവരം കൂടെ നമുക്ക് പങ്കുവയ്ക്കാനാകുന്നത്. എത്രയും വേഗം തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് എന്നുള്ള കാര്യം ഇവിടെ ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു പ്രാതിനിധ്യം കൂടെ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഈ പ്രദേശവാസികളായിട്ടുള്ള ഭക്തരെ ഒത്തുചേർത്തായിരിക്കണം ഈ ദേവസ്വം ബോർഡ് പിന്നെ ഉപദേശക സമിതിയെ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉപദേശക സമിതിയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ അവരുടെ ഒരു പ്രാതിനിധ്യം ഇവിടെ ഉറപ്പിക്കാൻ സാധിക്കും. കൃത്യമായും എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെയാണ് ജനം TV വാർത്തയ്ക്ക് പിന്നാലെ